ദ ബെല്ല ട്വിൻസ് ഡബ്ല്യു ഒരു പ്രൊഫഷണൽ റെസ്ലിംഗ് ടാഗ് ടീമാണ്. ഐഡന്റിറ്റിക്കൽ ട്വിൻസായ ബ്രേ ബെല്ലയും നിക്കി ബെല്ലയുമാണ് ഈ ടീമിൽ ഉൾപ്പെടുന്നത്. ഇവർ രണ്ടുപേരും ഡബ്ല്യു മുൻ ഡിവാസ് ചാമ്പ്യൻസ് ആണ്. ബ്രയാന മോണിക് ഡാനിയൽസൺ എന്നാണ് ബ്രേ ബെല്ലയുടെ യഥാർത്ഥ പേര്. നിക്കി ബെല്ലയുടെ പേര് സ്റ്റെഫനി നിക്കോൾ ചിഗ്വിൻസെവ് എന്നാണ്. 1983 നവംബർ 21 സാന്റിയാഗോ കാലിഫോർണിയയിലാണ് ഇവർ ജനിക്കുന്നത്. ഇരുവരും ജൂൺ 2007 ഡബ്ല്യുമായി ഒരു ഡെവലപ്മെൻറ്റ് കോൺട്രാക്ട് സൈൻ ചെയ്യുകയും ഫ്ലോറിഡ ചാമ്പ്യൻഷിപ്പ് റെസ്ലിംഗ് അഥവാ FCWയിൽ സെപ്റ്റംബർ 14 ഇരുവരും തങ്ങളുടെ ഇൻ-റിംഗ് ഡെബ്യൂട്ട് ചെയ്യുകയും ചെയ്തു. ഓഗസ്റ്റ് 29, 2008 ബ്രേ ബെല്ല സ്മാക്ഡൗണിൽ ഡെബ്യൂട്ട് ചെയ്തു. പിന്നീട് നിക്കി ബെല്ലയും ഡെബ്യൂട്ട് ചെയ്യുകയും ഇരുവരും ഡബ്ല്യുയിലെ തങ്ങളുടെ ആദ്യ ടാഗ് ടീം മാച്ചിൽ വിക്ടോറിയയെയും നതാലിയയെയും തോൽപ്പിച്ചു. പിന്നീട് ഇവർ അനവധി ടാഗ് ടീം മത്സരങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തു. ഏപ്രിൽ 15, 2009 നടന്ന സപ്ലിമെൻ്റൽ ഡ്രാഫ്റ്റിൽ ബെല്ല ട്വിൻസ് റോ ബ്രാൻഡിലേക്ക് ഡ്രാഫ്റ്റ് ചെയ്യപ്പെട്ടു. പിന്നീട് ഏപ്രിൽ 27 ബ്രേ ബെല്ല തൻ്റെ റോയിലെ ഇൻ-റിംഗ് ഡെബ്യൂട്ട് ചെയ്തു. പിന്നീട് നിക്കി ബെല്ലയും തൻ്റെ റോയിലെ ഇൻ-റിംഗ് ഡെബ്യൂട്ട് ചെയ്തു. 2011 നടന്ന റോയിൽ ദ ബെല്ല ട്വിൻസ് ടോറസ് ആൻഡ് കിം എന്നിവരെ ടാഗ് ടീം മാച്ചിൽ പരാജയപ്പെടുത്തി. പിന്നീട് നടന്ന റോ എപ്പിസോഡിൽ നിക്കി ബെല്ല ബാറ്റിൽ റോയൽ മാച്ച് ജയിക്കുകയും ഡിവാസ് ചാമ്പ്യൻഷിപ്പിനായുള്ള നമ്പർ 1 കണ്ടൻഡർ ആവുകയും ചെയ്തു. പക്ഷേ ഇവ ടോറസിനെതിരെ ചാമ്പ്യൻഷിപ്പിന് സക്സസ്ഫുള്ളായി ചലഞ്ച് ചെയ്യാൻ നിക്കി ബെല്ലയ്ക്ക് കഴിഞ്ഞില്ല. ഏപ്രിൽ 11 ബ്രേ ബെല്ല ഇവ ടോറസിനെ പരാജയപ്പെടുത്തി ഡിവാസ് ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി. കൂടാതെ ഈ വിജയത്തോടെ ഡബ്ല്യുയിൽ ആദ്യമായി ട്വിൻസിൽ ഒരാൾ ഡിവാസ് ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി എന്നുള്ള പദവിയും ലഭിച്ചു. പിന്നീട് കെല്ലിയുമായി നടന്ന ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ ബ്രേ ബെല്ല പരാജയപ്പെട്ടു. പിന്നീട് അങ്ങോട്ട് നിക്കി ബെല്ലയും ഡിവാസ് ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കുകയും ചെയ്തു. 2012 മുതൽ 2013 വരെ ബെല്ലാസ് ട്വിൻസ് ഇൻഡിപെൻഡൻറ്റ് റെസ്ലിംഗ് ഷോയിൽ പങ്കെടുത്തു. പിന്നീട് 2013 മാർച്ച് 11 വീണ്ടും ഡബ്ല്യുയിൽ ഇരുവരും തിരികെ എത്തി. 2014 ഏപ്രിലിൽ ബ്രേ ബെല്ലയുടെ റിയൽ ലൈഫ് ഹസ്ബൻഡായ ഡാനിയൽ ബ്രയൻ്റെ സ്റ്റോറി ലൈനിൽ ഉൾപ്പെട്ടിരുന്നു. ഈ സ്റ്റോറി ലൈനിൻ്റെ ഭാഗമായി സ്റ്റെഫനി മെക്മാൻ ഇഞ്ചേർഡായ ഡാനിയൽ ബ്രയനോട് പേ ബാക്ക് എന്ന പേപ്പർ വ്യൂവിൽ അദ്ദേഹത്തിൻ്റെ WWE വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് റിലിംഗ്വിഷ് ചെയ്യാനും കൂടാതെ അത് ചെയ്തില്ലെങ്കിൽ ഡാനിയൽ ബ്രയൻ്റെ വൈഫായ ബ്രേ ബെല്ലയെ WWE നിന്ന് ഫയർ ചെയ്യുമെന്നും പറഞ്ഞു. ഇത് കേട്ട ബ്രേ ബെല്ല ഐ ക്വിറ്റ് എന്ന് പറയുകയും സ്റ്റെഫനി മെക്മാൻ്റെ മുഖത്ത് സ്ലാപ്പ് ചെയ്യുകയും ചെയ്തു. ബ്രേ ബെല്ല ക്വിറ്റ് ആയതിനു ശേഷം സ്റ്റെഫനി മെക്മാൻ നിക്കി ബെല്ലയ്ക്ക് പണിഷ്മെൻ്റായി ഹാൻഡിക്യാപ്പ് മത്സരം പ്രഖ്യാപിച്ചു. തുടർന്ന് ഈ സ്റ്റോറി ലൈൻ്റെ ഭാഗമായി നിക്കി ബെല്ലയും ബ്രേ ബെല്ലയും പിരിയുകയും WWE ബാക്ക് സ്റ്റേജിലും ഇൻ-റിംഗിലുമൊക്കെ ഇവർ തമ്മിൽ ഫൈറ്റ് ചെയ്യുന്ന സെഗ്മെൻറ്റും മാച്ചുകളും ഉണ്ടായിരുന്നു. നവംബർ 23 നടന്ന സർവൈവർ സീരീസിൽ നിക്കി ബെല്ലയും ബ്രേ ബെല്ലയും റീയുണൈറ്റ് ചെയ്യുകയും ബ്രേ ബെല്ലയുടെ സഹായത്തോടെ AJ ലീയെ തോൽപ്പിച്ചുകൊണ്ട് നിക്കി ബെല്ല രണ്ടാം തവണയും ഡിവാസ് ചാമ്പ്യനാവുകയും ചെയ്തു. 2019 മാർച്ചിൽ നടന്ന ടോട്ടൽ ബെല്ലാസ് എന്ന പ്രോഗ്രാമിൽ ഇവർ രണ്ടുപേരും റിട്ടയർമെൻറ്റ് പ്രഖ്യാപിക്കുകയും കൂടാതെ 2020 ഫെബ്രുവരിയിൽ നടന്ന സ്മാക്ഡൗൺ എപ്പിസോഡിൽ മൊമെൻ്റ് ഓഫ് ബ്ലിസ് എന്ന സെഗ്മെൻറ്റിൽ ഇരുവരും WWE ഹോൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെടുകയും ചെയ്തു. 2023 മാർച്ച് 14 നടന്ന ദ നിക്കി ആൻഡ് ബ്രേ എന്ന പോഡ്കാസ്റ്റ് ഷോയിൽ തങ്ങളുടെ WWEയുമായുള്ള കോൺട്രാക്റ്റ് തീർന്നു എന്ന് പറയുകയും തങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു ചാപ്റ്റർ ആരംഭിക്കാൻ പോകുന്നതായും ഇരുവരും പറഞ്ഞു. കൂടാതെ പിന്നീട് ദ ഗാർഷ്യ ട്വിൻസ് എന്ന പേരിൽ ഇവർ റീഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.